ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബ്യൂട്ടി സീക്രട്സ് എന്ന് പറഞ്ഞ പെർഫ്യൂം ഷോപ്പിൽ കിഡിലിന് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നോക്കാൻ വേണ്ടി വന്നതാണ്. ചെറിയ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണം അല്ലേ. പൊതുവെ ഇവിടെ നല്ല ഓഫേഴ്സ് ഉണ്ടാവാറുണ്ട്. നമുക്ക് 80% ഒക്കെ 100 റിയാലിന്റെ സാധനമൊക്കെ 21 റിയാല്. ഞാൻ എല്ലാ പെരുന്നാളിന്റെ സമയത്തും വന്ന് വാങ്ങാറുള്ള സാധനം ഇത്. നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ചിപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടല്ലേ. സൗദി പ്രോഡക്റ്റ് തന്നെയല്ലേ? മേഡ് ഇൻ സൗദിയാണ്. ഇത് ബോഡി ലോഷൻസും ക്രീംസും ഒക്കെ നമുക്ക് പെർഫ്യൂം അപ്പുറ സൈഡിലുണ്ട്. അഡിഡാസിന്റെ ഷോറൂമിൽ വന്നിരിക്കുന്നത്. ഞാൻ ഒരു അഡിഡാസിന്റെ അഡി0 SL എന്ന് പറഞ്ഞൊരു ഷൂസ് ഉണ്ട്. അതേ ഇരിക്കുന്ന സാധനം മാത്രമേ. തേടിയ വള്ളി കാലി ചുറ്റി അങ്ങനെ കുറെ നോക്കണം സാധനം സെയിം കളർ തന്നെ. ഞാൻ ഈ ഷൂ ഒന്ന് ട്രൈ ചെയ്തൊക്കെ വേണ്ടി വന്നതാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഒന്ന് എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോ അതൊന്ന് നോക്കാൻ വേണ്ടിട്ടാണ് ശരിക്കും ഇവിടേക്ക് വന്നത്. ഫുൾ കളർഫുൾ സാധനങ്ങളുണ്ട് ഇതിൽ. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം, ബ്ലാക്ക് ആണ് കുറച്ചും നല്ലത്. ഇവിടെ ചെറിയ കുട്ടികള് നമുക്ക് ഈ കളർ എടുത്താൽ മതില്ലേ സിംബയ്ക്ക്? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മള് അൾട്രാ ബൂസ്റ്റ് 5 ഒക്കെ യൂസ് ചെയ്യില്ലേ, അത് ഭയങ്കര കംഫർട്ട്. എങ്ങനെയുണ്ട് കാണാൻ? കാറില് പോകണ്ട, ഇതിന്റെ ഈ ഷൂസിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മള് കാറിന്റെ മറ്റേ കാറിന്റെ ടയറിന്റെ കമ്മില്ലേ കോണ്ടിനെന്റൽ, അതാണ് ഇതിന്റെ സോൾ മേക്കേഴ്സ്. നല്ല സുഖം കിട്ടാൻ, നല്ല വിലയുണ്ട്. സോ ഇത് കൺഫേം ആക്കാം. ഇപ്പൊ എടുക്കണില്ല, നമ്മൾ ഓൺലൈനിൽ കൂടെയും ഇതിന്റെ പ്രൈസ് ചെക്ക് ചെയ്തിട്ട് എൻ്റെ ഒരു 30% എന്റെ കൂപ്പൺ ഉണ്ട്, അതിന്റെ ആഡ് ചെയ്തിട്ട് അപ്പൊ നല്ല ഡിസ്കൗണ്ട് കിട്ടും. ഗൈസ്, നമ്മളെ അഡിഡാസിന്റെ അഡി0 SL എന്ന് പറഞ്ഞ ബ്രാൻഡ് മോഡല് കിട്ടില്ല സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ എങ്ങനെ ഷൂസ് വാങ്ങുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഷോറൂമിൽ പോയിട്ട് സാധനം ഇട്ട് നോക്കും. ഷോറൂമിൽ നല്ല പ്രൈസ് ആയിരിക്കും. അപ്പൊ നമ്മള് ഷോറൂമിൽ ഇട്ട് നോക്കിയതിന് ശേഷം ഓൺലൈനായിട്ട് ഇതിന്റെ ഒറിജിനൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് കൂപ്പൺ ഉണ്ടല്ലോ, 1-2 കൂപ്പൺ കഴിക്കുന്നുണ്ട്. അതായത് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന കൂപ്പൺ അല്ല കേട്ടോ, മുൻപ് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന കൂപ്പണുകളാണ്. അപ്പോൾ ആ കൂപ്പൺ വെച്ചിട്ട് മോർ ഡിസ്കൗണ്ട് 30% ഡിസ്കൗണ്ട് ഒക്കെ സാധനം വാങ്ങിക്കാൻ പറ്റും. അതാണ് ഞാൻ ചെയ്യാറ്. കറക്റ്റ് ആണെന്ന് ഷോപ്പിൽ വന്നിട്ട് ഇട്ട് നോക്കിയിട്ട് സൂട്ടാണെന്ന് നോക്കിയിട്ട് സാധനം എടുക്കും, അതന്നെ. അപ്പോൾ എന്തായാലും നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ എടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിക്കണ സാധനം. എന്ത് കംഫർട്ടാന്ന് അറിയോ, വീട്ടില്ല സാധനം, ഒരു രക്ഷയില്ല. നമ്മൾ അൾട്രാ ബൂസ്റ്റ് 5-നേക്കാട്ടും കംഫർട്ട് ഷൂസ് കാലമിനുണ്ടെന്ന് അറിയില്ല. ഇമ്മാരി സാധനം. പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ ഇവിടെ ഇറങ്ങാണ്, അധികം കറങ്ങാൻ പറ്റില്ല. മോന് ഭയങ്കര വിശപ്പാണ്. ഇവിടെ അവനക്ക് പറ്റിയ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഇവിടെ റമദാനൊക്കെ ആയിട്ട് ഭയങ്കര ഡെക്കറേഷൻ കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ചെയ്ത് നോക്കി, നല്ല രസമുണ്ടല്ലേ. ഫുൾ പാർക്കിംഗ് ഏരിയയും ഈ ഏരിയയിലും ഫുള്ള് ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ട് കുട്ടപ്പനാക്കിണ്ട്. നമ്മൾ അധികം കറങ്ങില്ല കേട്ടോ മാളിന്റെ ഉള്ളിൽ. പിന്നെ ഒന്നാമത് വൈഫ് പ്രഗ്നന്റ് കാരണം അവൾക്ക് അധികം നടക്കാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി, നമ്മൾ ഷൂ കാര്യങ്ങളൊക്കെ നോക്കി വേഗം ഇറങ്ങി. നമ്മൾ ഇന്നുള്ളതേ ദമാമിലാണ്. അതായത് ദമാമിൽ ഇവിടെ ഒരു ഗ്ലോബൽ സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പോ ഉണ്ട്. ഓരോ കൺട്രീസിന്റെയും ഓരോ സംഭവങ്ങൾ, അതായത് എക്സ്പോ പോലത്തെ ഒരു സംഭവം ഓരോ രാജ്യത്തിന്റെയും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു ഗ്ലോബൽ സിറ്റി അല്ലേ, ഗ്ലോബൽ സിറ്റി അല്ലേ? ഗ്ലോബൽ സിറ്റി കണ്ടില്ലേ, ദമാമിലാണ്. അപ്പൊ അത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. നമുക്ക് അതിന്റെ വീഡിയോസ് കാണട്ടെ. നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഇങ്ങനെ വി ബുക്ക് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഗ്ലോബൽ സിറ്റിയുടെ ടിക്കറ്റ് എടുക്കാം. വാ, ഇതാണ് ഗ്ലോബൽ സിറ്റി എൻട്രൻസ്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിലേ
കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ ഇതും കൂടി ഒരുമിച്ചാക്കിട്ട് രണ്ടും കൂടിയിട്ട് ഒരു വലിയ വീഡിയോ ഒക്കെ എന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഇതിന്റെ ഒരു പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ സംഭവം നടക്കണമെന്ന് പറഞ്ഞപ്പോ എന്തായാലും ടിക്കറ്റ് ഒക്കെ എടുത്തു, ജസ്റ്റ് കാണാൻ വേണ്ടി ഇറങ്ങി. ടിക്കറ്റ് ഒക്കെ കാണിച്ചു, എൻട്രി ചെയ്തു. അപ്പൊ ഇതാണ് ഇങ്ങനെ ഇതിന്റെ എൻട്രൻസ്. ഇതന്നെയല്ലേ എൻട്രൻസ്? ഇവിടെ ഓരോ കൺട്രീസ്, അതായത് ചൈന, ജപ്പാൻ, ഓരോ ഇങ്ങനെ കൺട്രീസിന്റെ ഇങ്ങനെ ഓരോ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള എന്താ പറയാ സ്റ്റാളുകളും പിന്നെ ഒരു എക്സ്പോ പോലെ തന്നെ സംഭവം. ഫുഡ് സ്റ്റാളുകള് അവിടുത്തെ. ഇപ്പൊ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലത്തെ ഫുഡ് ഐറ്റംസ്, ഡ്രസ്സ്, അങ്ങനെ സാധനങ്ങളൊക്കെ കാണിച്ചിട്ടൊരു ഏരിയ. ചൈന അങ്ങനത്തെ കൺട്രി ആണെങ്കിൽ ചൈന റിലേറ്റഡ് സാധനങ്ങൾ അല്ലേ. ജാപ്പനീസ്, കൊറിയൻ മാർക്കറ്റ് കേട്ടോ. ഇതാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉള്ളത് കേട്ടോ. സോ ഞാൻ ഇങ്ങനെ ക്യാമറ എടുക്കണം എന്ന് വെച്ചാലേ ചെയ്യാൻ എൻ്റെ കയ്യിലുണ്ട്. നമ്മൾ സ്ട്രോളർ എടുത്തിട്ടില്ല കണ്ടോ. കൊറിയൻ മാർക്കറ്റ്, ഇവിടെ ഫുള്ള് കൊറിയൻ ഫുഡ് സാധനങ്ങളായിരിക്കും. ഇവിടെ ഇറക്കിയല്ലോ തന്ത്രപൂർവ്വം ചെയ്യാൻ ഞാൻ താഴെ ഇറക്കി. ഇത് ചൈനയെന്നുണ്ട്, ചൈന. പക്ഷെ ഇതിന്റെ ഒരു ബിഗ്ഗസ്റ്റ് വെർഷൻ റിയാദിലുണ്ട് കേട്ടോ. അതെ, റിയാദ് ഞാൻ പറഞ്ഞില്ല എൻ്റെ അടുത്ത്. ബോളിവുഡ് സിറ്റി എന്തെങ്കിലുണ്ട്. ബോളിവുഡ് സിറ്റി എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇത് അതിന്റെ ഒരു മിനി വെർഷനാണ്. ബോളിവുഡ് സിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ലോകമാണ്. ഇപ്പൊ നമ്മൾ ചൈന കൺട്രിയിലാണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫുള്ള് ചൈനീസ് സാധനങ്ങളായിരിക്കും. ചൈനീസ് ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ. ഇത് മറ്റേ കീ ചെയിൻസ്, അങ്ങനെ ഫോൺ കേസ്, അങ്ങനെ സാധനങ്ങളൊക്കെ എല്ലാം ചൈന കേട്ടാ. ഇത് ഒനിറ്റ്സുക ടൈഗറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ മമ്മൂട്ടി മോഹൻലാലൊക്കെ യൂസ് ചെയ്യുന്ന സാധനല്ലേ ഒനിറ്റ്സുക ടൈഗർ, ജപ്പാൻ. പക്ഷെ ഇതിന്റെ ചൈനീസ് സൂസോ ഒനിറ്റ്സുക ടൈഗർ. ഈ സാധനം മറ്റേ ജപ്പാനിൽ മാത്രം കിട്ടുള്ളൂ. ജപ്പാനിൽ മാത്രല്ലേ, അല്ല ഇപ്പോൾ ഓൺലൈനിൽ ഇപ്പൊ എല്ലായിടത്തും കിട്ടില്ലേ. ഓൺലൈൻ്റെ പക്ഷെ ഇപ്പൊ തിരക്ക് കുറവല്ലേ. ഇവിടെ ചെയ്യും നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ വലിയൊരു വീഡിയോ അല്ലേ ഇത്. പക്ഷെ അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല, ചെറിയ രീതിയിൽ ഇങ്ങനെ കാണിച്ചു തരാം. അതെ, ഇത് ഫുള്ള് ചൈനയുടെ സാധനങ്ങളാ. പിന്നെ അത് മാത്രല്ല, നമ്മളിവിടെ നിന്ന് ചൈനയിൽ സാധനങ്ങൾ വാങ്ങുന്നത് മാത്രമല്ല, നമുക്ക് ഇതിന്റെ എന്തെങ്കിലും മോഡൽസ് കൂടെ ഓർഡർ ചെയ്യാൻ പറ്റും. അതായത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബൾക്കായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഇവിടേക്ക് എത്തിച്ചേരും. ഇത് അവരുടെ ഏജൻസി കൂടിയാണ്. അതാണ് ഒരു മെയിൻ പർപ്പസ്. അതായത് ഈ ചെറുകിട സാധനങ്ങൾ വിൽക്കാന്ന് മാത്രമല്ല, അവരുടെ പർപ്പസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സെയിൽസ് വലിയ വോളിയത്തിൽ പുറത്തുള്ള ആൾക്കാരിൽ എത്തിക്കുക. അതായത് ആ ഒരു ഉദ്ദേശം മാത്രമാണ് തോന്നുന്നു ഇങ്ങനത്തെ ഒരു സ്റ്റാളുകളൊക്കെ തുറന്നിട്ടില്ല. അത് ഇത്രയും കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടായിരിക്കും എന്ത് പ്രോഫിറ്റ് കിട്ടാനാ. നോക്കിയാ A6 നൈക്കിലൊക്കെ എല്ലാം കോപ്പി കേട്ടോ. ഇത് മറ്റേ ഓൺ ഷൂസ്, ന്യൂ ബാലൻസ് എല്ലാം ഒറിജിനൽ പോലെ തന്നെ. പക്ഷേ ഒനിറ്റ്സുക ടൈഗർ കുറേ ഉണ്ട് ഇവിടെ. പക്ഷേ ഒറിജിനൽ അല്ല, കോപ്പിയാണ്. കോപ്പി ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാലിന് തീരെ സുഖം ഉണ്ടാവില്ല. എന്നത് മറ്റേ എന്താ പറയാ സോള് സാധനങ്ങളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഫീൽ ഉണ്ടാവില്ല ഇടുമ്പോൾ. എന്തെങ്കിലും വേണോ? എന്തേ കുഞ്ഞുകുട്ടിയല്ലേ? കുഞ്ഞുകുട്ടി പെൺകുട്ടികൾക്ക് യൂസ് ചെയ്യാനല്ലേ? മീൻസ് വാങ്ങിച്ചോ. ഇത് മറ്റേ ഇതല്ലേ, എന്ത് നെയിലോ പറയുന്നേ? ഫേക്ക് നെയിലോ? ഫേക്ക് നെയിൽസ്. ഇപ്പുറത്തുണ്ട് വലുത്, മറ്റേ നീലീര സാധനം. ഇതൊക്കെ ആരപ്പ യൂസ് ചെയ്യുന്നത്? ഈ 2 വർഷം മുമ്പൊക്കെ യൂസ് ചെയ്യുന്നില്ല ഇത്. ചൈനക്കാരട്ടെ, ചൈനയിൽ 5 കളി. പക്ഷെ ഇവിടെ ഉള്ള സാധനങ്ങളൊന്നും വലിയ ക്വാളിറ്റി ആയിട്ട് തോന്നില്ല കേട്ടോ. ഡ്രസ് ആണെങ്കിലും ഇപ്പൊ ഞാനിപ്പോ അവിടെ നിന്ന് ഡ്രസ് നോക്കി, തീരെ ക്വാളിറ്റി ഇല്ല. ഒരു സബ്സ്റ്റാൻഡേർഡ് ഐറ്റംസ്. സിംബ വാ, നമ്മളെ ഫേക്ക് നെയിൽസ് എടുക്കാൻ പോയ
ഇത് എങ്ങനെ വെറുതെ ഒട്ടിച്ചേക്ക് അപ്പൊ നിക്കാൻ പോലെ നിക്കും. നെയിലുണ്ട് അത് ഒട്ടിക്കാനായിട്ട് ഇതില്ല. പക്ഷേ വാങ്ങിച്ചു ഓക്കെ. കാർഡ് യെസ്. ഒരെണ്ണം പോരെ? രണ്ടെണ്ണം വേണോ? ഇതിന്റെ ഉള്ളിൽ 5 ഉണ്ട്. രണ്ടെണ്ണം വേണോ? ഓക്കെ. But this is all. This is candy? Yes, The yeah, price you is candy. eat. When you eat, pop, diba? That same lollipop. This. Same lollipop. Same lollipop. ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ച് പണി Same കിട്ടും. taste, സോ madam. ഇത് വാങ്ങിക്കണ്ട, അതൊക്കെ റഷ്യൻ ഫുഡാണ്, നമുക്കും കഴിച്ച് പരിചയമില്ലാതാണ്. When I give you, when you buy one, I will give you. No, I'll back to you. അല്ല നമുക്ക് വേറെ അവിടെ നിന്ന് വാങ്ങിക്കാ. സോറി, ഈ സാധനമൊക്കെ വാങ്ങിച്ച് നീല വയറെന്തെങ്കിലും പണി കിട്ടിയ പണിയുണ്ടോ? ബാമണേ വാ, അപ്പുറത്ത് വാങ്ങിക്കോ. Madam, I'm from America, from Dubai. This item. This made by Russia? No, this is from America. It's all from US. Yes. Okay. ഇത് വേണോ? ഇത് വേണോ? പിന്നെ കുഴപ്പമില്ല. സ്കിറ്റീസോ? പിള്ളേരായിട്ട് ഇവിടെ വന്ന ഭയങ്കര പ്രശ്നമാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരില്ലേ. പക്ഷെ ഇവിടെ മറ്റേ ഈ പാസ്റ്റൽ കളേഴ്സിന്റെ ഡ്രസ്സുകൾ ഉണ്ടല്ലോ, നല്ല ഡ്രസ് ഉണ്ടല്ലേ കാണാൻ, നല്ല അടിപൊളി ഷെയ്ഡ്സ് കേട്ടോ. നോ താങ്ക്സ്. നമുക്ക് അപ്പുറത്തുനിന്ന് വാങ്ങിക്കട്ടാ. ഇത് അവനക്ക് ടേസ്റ്റ് പറ്റില്ലത്, മറ്റേ ഒരു പുളിപ്പുള്ള ടേസ്റ്റ് ആണ് മിഠായിക്കൊക്കെ. നോക്കിയോ ചെറിയ കുട്ടിയിരിക്കണേക്ക്. വാവ്, ആസ്തറ്റിക്. ഇവിടെ റഷ്യയിൽ എന്നിട്ട് പ്രത്യേകിച്ച് എന്തുള്ളത്, വെടിക്കോപ്പുകളുണ്ട്. ഇത് മറ്റേ അറബിക് സ്റ്റൈലാണ്. കണ്ടോ, ഇതൊക്കെ റഷ്യൻ കൾച്ചറിനുമായി ബന്ധപ്പെട്ട സാധനമാണ്. എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്കറിയില്ല. പക്ഷെ സാധനം ഇത് ശരിക്കും അറബിക് ടച്ച് ഉള്ള സാധനം തന്നെ അല്ലേ. കഴിഞ്ഞു. അപ്പൊ റഷ് കണ്ട ഇവിടെ ചെറുതാ, വളരെ കുറച്ചുള്ളൂ. എന്താ വീട്ടിൽ വന്നതാ? പോകിലുണ്ടായിരുന്ന. ഇനിയപ്പോ നമ്മൾ അടുത്ത് പോണത് റോഡ് ഓഫ് ഏഷ്യ. എന്താ ഇത് പോരാട്ടെ, ഇത് അത്ര വലുതൊന്നുമില്ല കേട്ടോ. ശരി, വോളിബോളിൽ ഇതിന് ഭയങ്കര വലുതാ, വലിയ സംഭവം. ഇത് വളരെ ചെറുത്. കണ്ടോ, ഇതൊക്കെ ഒന്നിറ്റ്സുക ടൈഗർ എവിടെ നോക്കിയാലും കേട്ടോ. ഇപ്പൊ കൊറേ കോപ്പി ഇറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ഐസ്ക്രീം വേണത്? സ്വീറ്റ്സ് മിഠായി എന്തെങ്കിലും വാങ്ങിച്ചോളൂ. ചെറിയ ഐസ്ക്രീം വാങ്ങിച്ചോടുത്തേ. അത് വേണം, അതൊക്കെ പൊട്ട സാധനം, പിള്ളേർ കഴിക്കാൻ പറ്റിയ സാധനം നല്ലത്. അതൊരു 1.5 മണിക്കൂർ കഴിയാൻ മിഠായി തിന്ന് കഴിയണമെങ്കിൽ. ഇയാൾ ഐസ്ക്രീം വാങ്ങിച്ചോടുത്തേ. ഐസ്ക്രീം വേണോ? മാംഗോ? ഞാൻ എടുക്കാം. പിടിച്ച് ചെക്കൻ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചോടുത്ത് പറ്റിച്ചു. ഇനിയിപ്പോ കുഴപ്പമുണ്ടാവില്ല, കുറച്ചേരത്തി കുഴപ്പമുണ്ടാവില്ല. ഭയങ്കര അത് തിന്നാൻ പറ്റില്ല. പിന്നെ അത് കാശും കുട്ടികളെയും ചെയ്യും. ആ കടയില് കൊറിയൻ ഐസ്ക്രീം കൊറിയൻ ഐസ്ക്രീം, അതായത് വേറെ ഗൈസ്, ഞാനൊരു മിലാഫ് കോള വാങ്ങിച്ചു. സൗദി മെയ്ഡ് ആട്ടോ, 0 ഷുഗർ, ഡേറ്റ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഉണ്ടാക്കണെന്ന് പറയണേ. ഇപ്പൊ 2 വർഷം ഇറങ്ങിട്ട്. അപ്പൊ നമ്മളിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോ നമ്മള് കേറാൻ പോണത് ഭയങ്കര സമ്പത്തിക്കാണ്. കൊറിയയിൽ കാണുമ്പോ, കൊറിയല്ലേ ഇത്? കൊറിയല്ല, ബിലാദ് അൽ ഷാം. എന്താ എന്റെ അപ്പുറത്താണ് കൊറിയ കേട്ടോ. കാണുന്നതാണ് കൊറിയ. ഇതെനിക്ക് തോന്നുന്നത് മറ്റേ തുർക്കി അങ്ങനത്തെ സംഭവം ഉണ്ട് കേട്ടോ. ബിലാദ് അൽ ഷാം എന്ന് പറഞ്ഞ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ നമ്മളോട് ബിലാദ് അൽ ഷാം എന്ന് പറഞ്ഞ സംഭവമില്ലേ, മറ്റേ സാധനമില്ലേ.
ഓക്കെ. ഇതിപ്പോ നമ്മൾ ഈ ബുൾജെറ്റിന്റെ വീഡിയോ പോലെയോ ഒന്നറിയാണ്ട് എന്തൊക്കെയോ പറയണേ. ഇത് വലിയ കാര്യമൊന്നുമില്ലട്ടോ, വെറുതെ ഗുഹമാരി കുറേ സ്ഥലം. ചാമ്പി ചാമ്പി പറ്റിക്കലുണ്ടോ? സ്മെല്ലുണ്ടോ? അല്ലാതെ അടിച്ചോളാൻ പറഞ്ഞോ? പിന്നെ വീട്ടില് സ്പ്രേ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. മണം കിട്ടുന്നില്ല, അനക്ക് എന്തോ അസുഖമുണ്ട്. എനിക്കവിടെ ഇവരെ ഈജിപ്താന്ന് തോന്നിട്ട്, ഈജിപ്ഷ്യൻസിന്റെ ഡ്രസ് പോലല്ലേ? അല്ല ഈജിപ്ഷ്യനാവുന്നുണ്ടല്ലോ ഇതൊക്കെ. എന്ത് എടാടാ വന്നേ ഉടച്ചോനെ, ഇനിയിപ്പോ പണി പോളി. നമുക്ക് അപ്പുറത്ത് പോവാ. വാ. നോ താങ്ക്സ്. ശരിയാണ് കേട്ടോ, ഇനി അങ്ങ് കൊണ്ടുപോയില്ല വാങ്ങേണ്ടി വരും. കഴിഞ്ഞിട്ടില്ല, വാ നമുക്ക് കൊറിയയില് പോയിട്ടേ. കണ്ടോ അവിടുത്തെ പുരാതന ഡ്രസ്സുകൾ എന്നൊക്കെ പറയില്ലേ, ട്രഡീഷണൽ വെയേഴ്സ് ആണ് സാധനങ്ങളൊക്കെ കേട്ടാ. അത് തോന്നുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല, ഞാനിങ്ങനെ വായ തോന്നി പറഞ്ഞാണ്. ഹായ് ബൈ ഗൈസ്. കൊറിയ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കൊറിയൻ വിഭവങ്ങളും കൊറിയൻ പ്രൊഡക്ട്സുമാണ് അല്ലേ? എന്ത്? തായ്ലാൻഡിലെ മറ്റേ ടൈഗർ പാമ്പ് അല്ലേ? ടൈഗർ പാമ്പല്ല, എന്തേലും പറയാ, എന്തൊരു പേര് പറയല്ലോ അതിന്. പക്ഷെ ഇവിടെ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ലട്ടോ. എനിക്ക് വേണം ഇവിടെ ഏറ്റവും ലോക്കൽ സാധനങ്ങളാണ് സെയിൽ ചെയ്യണം. എനിക്ക് ഒന്നും ഒരു ക്വാളിറ്റി ഇല്ല, ഒക്കെ ഒരു മാതിരി എന്താ പറയാ സബ്സ്റ്റാൻഡേർഡ് സാധനങ്ങള്. ഒന്നൊരു പ്രൈസും കുറവാണ്, വലിയ പ്രൈസൊന്നും ഇല്ല. നല്ല അടിപൊളി കേസ് ഉണ്ട് കേട്ടോ. പോരാ എടാ ചുമക്കിണ്ടല്ലോ ഐസ്ക്രീം ഒക്കെ ഉണ്ട്. അങ്ങോട്ട് തിരിഞ്ഞോ, അങ്ങനെ നോക്കണ്ട. ഇത് രസമുണ്ടല്ലേ, പക്ഷെ ഒന്നൊരു ക്വാളിറ്റി ലെസ്സോ, വളരെ തിന്നാണ് ഡ്രസ്സും പ്രിന്റിംഗ് ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ ഈ ഓർണമെന്റ്സ് ഒക്കെ നല്ല ഡ്രസ് ഉണ്ട് കേട്ടോ. നമ്മളെ സോറി ഈ ഒട്ടാക്ക് എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മളെ ഇതല്ലേ? ഒട്ടാക്ക് നല്ല പരിചയമില്ല, നമ്മളെ ഹെൽമെറ്റും ഉണ്ട് അല്ലേ? എന്തൊക്കെ പറയുന്നുണ്ട്, കൊറിയൻ ലാംഗ്വേജ് ഒന്നും മനസ്സിലാവില്ലേ? യെസ് മാഡം. വാളാണോ? വാള് 399 റിയാല ഈ സാധനത്തിന്. ഇതേ കൊറിയക്കാർക്ക് പറ്റിയ സാധനം. എനിക്കെങ്ങനെ അറിയാ? കൊറിയൻ പ്രൊഡക്ട്സ് ഏറ്റവും അടിപൊളി. എന്താ മറ്റേ കൊറിയന്റെ ഒരു ബാൻഡ് ഒക്കെ ഉണ്ടായിരുന്നില്ല, എന്താണ് പേര്? ഞാൻ മറന്നുപോയി. അല്ല നമ്മളെ മറ്റേ മിലിറ്ററി പേടി. അല്ല മിലിറ്ററി കഴിഞ്ഞാരെ? അല്ല കഴിഞ്ഞാരെ? എന്താ അതിന്റെ പേര്? BTS. യെസ്. ഫൈൻ താങ്ക് യു. BTS അപ്പൊ മിലിറ്ററി പരിപാടി കഴിഞ്ഞു. ഷീസ് എ ബിഗ് ഫാൻ ഓഫ് BTS. ഇത് കൊറിയക്കാര് നല്ല ഇത് പാച്ച് മാറണമെങ്കിൽ സിമെന്റ് അടക്കേണ്ടി വരും. This is has niacinamide also and retinol to fit your skin. It will be reduce the dark and also the pit. It will be minimize your skin to.
Morning and night, you have to use this for morning and night. And then after 2 weeks, you will see this will be clear. രണ്ടാഴ്ച കൊണ്ട് മുഖത്തിന്റെ കോലം വരെ മാറുന്നു പറയണേ. Yes, niacinamide and retinol together, എന്താ it പറഞ്ഞേ? will be good. ബാബാ എന്താ പറഞ്ഞ ബിനാമിസോള എന്തൊരു അല്ല മനസ്സിലായില്ല എന്താന്ന്? ആ പ്രൊഡക്ട്സ് ആണ് ഏറ്റവും നല്ലത്. ഒട്ടുമിക്ക ഡെർമറ്റോളജിസ്റ്റും എന്താ കാര്യം എന്താന്ന് പറയും. കൊറിയൻ പ്രൊഡക്ട്സ് നല്ലതാണോ? അതിൽ നിന്ന് സാധനങ്ങളൊക്കെ നല്ല തന്നെയാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണാൻ മേടിച്ചില്ല. അല്ല കൊറിയൻ പ്രോഡക്ട്സ് ഏറ്റവും അടിപൊളി ഡ്രാഗൺ സെറം മേടിച്ച് നോക്കണം. ഡ്രാഗൺ സെറോ. ഒട്ടുമിക്ക സ്കിന്നിന്റെ ഡോക്ടേഴ്സും ഇതാ കൊറിയൻ പ്രൊഡക്ട്സ്, കൊറിയൻ ബ്യൂട്ടി പ്രൊഡക്ട്സ് അതാ ഏറ്റവും നമ്മള് മൊറോക്കോയില് കയറാമുണ്ട്. മൊറോക്കോ കൊറിയന്ന് ഇറങ്ങി. ഇതും ഒരു അറബിക് ഫീലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ ഉള്ളത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ കഴിഞ്ഞത് എല്ലായിടത്തും ഏകദേശം ഒരുപോലത്തെ സാധനങ്ങളൊക്കെ കണ്ടല്ലേ. വലിയ കാര്യമായിട്ടൊന്നും കണ്ടില്ലല്ലേ. പറ്റിക്കല് പരിപാടി കേട്ടോ. മൊറോക്കൻ ലിപ്സ്റ്റിക്കാ അടിപൊളിയാ. അതില് ഇച്ചിരി വെള്ളാക്കിട്ട് അത് ഇങ്ങനെ ക്ലേ പോലത്തെ ഇതാ. അത് വെള്ളാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെഡ് കളർ വരും. ബ്ലഷ് ആയിട്ട് ലിപ്സ്റ്റിക് ആയിട്ടും യൂസ് ചെയ്യണതാ മൊറോക്കൻ. മറ്റേ മെയിൻ ആയിട്ടുള്ള കല്ലാന്നുണ്ട് ജെയ്ഡ് അങ്ങനെ എന്തോ പറയുന്നത് എനിക്കറിയില്ല. ഇതുകൊണ്ടൊക്കെ റിട്ടി കഴിഞ്ഞാലോ. ഹായ് ഫുള്ള് മറ്റേ സ്റ്റോൺ വെച്ചുള്ള പരിപാടി അല്ലേ. ഫുള്ള് സ്റ്റോണിന്റെ പ്രൊഡക്റ്റ് കേട്ടോ. നമ്മളുള്ളത് മൊറോക്കോ. നോക്കിയേ അങ്ങോട്ട് വിട്ടോ, അങ്ങോട്ട് നോക്കണ്ട. വീണ്ടും മറ്റേ സാധനം मैम देखिए तेल है बालों के लिए ओरिजिनल ज़्यादा बड़ी गिरा। सर मैसूर से है सर, कर्नाटका मैसूर? इंडिया से है सर। ये तेल होता we है are from Kerala. You from Kerala? Yes. Yes, I'm from Karnataka. Mysore. എന്ത് കഥ. This is original oil. You have more than hair loss, sister. You have more than hair loss. First will be hair falling control, then will be hair make grow, make thickness. You see the good result only 10 to 15 days. Apply this oil twice a week before shower. Leave it 1 hour or 2 hours. Then you take shower, no problem. This is small babies also good. They give no any side effects. This is natural herbs, no have chemicals. See? You want any time I will give delivery also. In India, in Saudi. മൈസൂർ ആദിവാസി ഹെർബൽ You want in India 1500 rupees. കുടൈപ്പ. Here 100 yeah, but I will എനക്കൊല്ല പ്രാന്തില്ല സൂസു. ഇതൊക്കെ ഉണ്ടായിപ്പോ സാധന കാര്യമായില്ലേ ഇത് സാധനം. പക്ഷെ ചിലപ്പോ നല്ലതായിരിക്കണ്ട. പക്ഷെ ഞാനിത് കണ്ടിട്ട് എനിക്ക് സുഖം തോന്നില്ല. ഷിയ ബട്ടർ മേടിക്കണം. ഷിയ ബട്ടറോ? ഇവിടെ ഉണ്ട്, നമുക്ക് 49 മേടിക്കാം. ഷിയ ബട്ടർ മറ്റേ മേത്തേക്കുന്ന സാധനല്ലേ. വാ 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 വാ. അപ്പൊ നമ്മള് മൊറോക്കോ കൺട്രി കഴിഞ്ഞു. ഹായ്. The same smell I got from there. Hi. How are you? Bye. Where are you from? We are from India. Welcome, mashallah. Kerala, Mumbai. Yes, Kerala. Yes. My love, Katrina Kaif. Katrina Kaif. She married already. Okay. Do you like perfume, sweet Arabic oud fresh? എന്തിനു വേണം? പെർഫ്യൂം വേണം. ആഫ്രിക്ക. അത് പൊട്ടയാ, അത് പൊട്ട ബലൂണാണ്. അതന്നെ പറയാ, നല്ല കാര്യം. ആഫ്രിക്ക കണ്ടിട്ട് കുറച്ച് കളർഫുൾ ആയിട്ട് തോന്നുന്നുണ്ടോ അല്ലേ?
കേറുമ്പോ തന്നെ ഒരു പ്ലസന്റ് ഫീൽ അല്ലേ? ഓക്കെ, മലയാളീസ് ഒരുപാടുണ്ട്, അതല്ല കാണുമ്പോ ഒരു കളർഫുൾ ആയിട്ടുണ്ട്. എന്തൊക്കെ കാണിച്ചു കൈമലൊക്കെ പറ്റിട്ട് സുസുതാന്നുണ്ട് മറ്റേ സാധനം ഷിയാ ബട്ടർ. അതെ, ഇത് കൊള്ളാട്ടോ. നല്ല രസമുണ്ടല്ലേ? നോക്കി യൂസുഫ്, ബോഡി ലോഷൻ അത് നേരത്തെ ഒരു സ്ഥലത്ത് വീഡിയോ എടുക്കില്ലെന്ന് പറഞ്ഞു, അപ്പൊ ഞാൻ സ്റ്റോപ്പ് ചെയ്ത്. ഈ ഡ്രസ് എനിക്ക് നല്ല ഇഷ്ടമായിട്ട്. നോക്കിയ ദിവസം നോക്കിയേ, നമ്മൾ എക്സ്പെക്ട് ചെയ്തേക്കണം നല്ല അടിപൊളി സാധനം ഉണ്ട് ഇവിടെ. നോക്കി, വാവ്. ബോഡി ലോഷൻ ചെയ്യാനവിടെ വേണത്. വേണോ? This one is avocado and സൂസ് പെട്ട് പെട്ട് cucumber. Remove all that stuff from the face. You apply this one. അല്ല ചോറ് പിടിക്കരുത്. And cucumber. ഇതെന്താ ടാൻ പോവാൻ വേണ്ടിട്ടുള്ളതാ? 5 minutes, then you ബോഡി wash. സ്ക്രബ്. Yes, you wash with water. ബോഡി സ്ക്രബ്. അത് ഇത് ആഫ്രിക്കയുടെ See? സ്റ്റാളിലാട്ടോ See നമ്മളുള്ളത്. the way your hand is so clean. You see? Your hand becomes so white. It clean your face, all the dark spots, acne, everything will move away from your face. സംഭവം നല്ലതാ. After you apply, this is moisturizer made of coconut, shea butter, olive oil, and argan oil. You apply this one. This brighten your hand and also make it soft. You see? See your hand now. See മറ്റേ കൈ നോക്കിയേ, See this എന്തെങ്കിലും one. ഡിഫറൻസ് ഉണ്ടോ? And see this one. You see the വ്യത്യാസം difference? Smell it And and then? see. വ്യത്യാസമുണ്ട്. ഉണ്ടാ ഇല്ലേ? ചെറിയൊരു വ്യത്യാസം ഉണ്ട് Smell it and it's very good smell. അല്ലേ? വ്യത്യാസമുണ്ട്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ കൈ ഇങ്ങനെ കുറച്ചുകൂടി It's very white. റെഡ് കളർ ഇത് വൈറ്റ്. ശരിയല്ലേ? പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ എല്ലാം തേച്ച് കുളിച്ചിറങ്ങിയിട്ടുണ്ട്. Very good price. നൈസ് നൈസ്. വി വിൽ കം ബാക്ക് ടു യു. ഓക്കെ, No, നമുക്കൊന്ന് കറങ്ങിട്ട് തരാം. വാ. Hala habit, see? പക്ഷെ ഇതൊക്കെ അവരുടെ ഓൺ പ്രോഡക്റ്റ് ആണ്, അതായത് കമ്പനി സർട്ടിഫൈഡ് പ്രോഡക്റ്റ് ഒന്നുമല്ല, അല്ല മറ്റേ ഹോം മെയ്ഡ് പ്രൊഡക്ട്സ് ഇല്ലേ, അങ്ങനെ സാധനങ്ങളാണ്. അപ്പൊ നമുക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ പറയാ, സ്കിന്നൊക്കെ തോലിരിഞ്ഞു പോയാലോ. അങ്ങനെ പറഞ്ഞല്ലോ, നമ്മള് സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് അല്ല, ഇതൊക്കെ അവരായിട്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണ്. ഓരോന്നൊരു ഡൗട്ട് വ്യത്യാസം. അല്ല, നല്ല വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു യൂസ് ചെയ്യാത്ത കയ്യിലാന്നുണ്ട് കറക്റ്റ്. എന്ത് കളർ കൂടുതലോ? അല്ലേ? ആ എനിവേ എന്തായാലും വാ, കൊറേ ക്രീമൊക്കെ പറ്റി വെളുപ്പിക്കാൻ നോക്കിയാ നമ്മളെ. അടുത്താള് മറ്റേ കൈ കൊടുക്ക്. മറ്റേ ഇവിടെ ഓൾറെഡി ഉണ്ട്. അല്ല, യൂസ് ചെയ്യാത്ത വെളുപ്പിക്കാത്ത കൈ കൊടുക്ക്. They have papaya with shea butter. This one moisturizer. ഇതേ പോണ ഒരാൾ അപ്പുറത്തൂടെ പോണിട്ടാ. This one hair, face, body. This one only body. Smell it. This papaya. ഇത് ബോഡിക്ക് നിങ്ങളുടെ സാധനം കണ്ടേ. രണ്ട് നല്ല മഴ. ഇതെന്ത് കൊറേ ഉണ്ടാക്കി ഇതൊക്കെ എനിക്ക് ഇതാ ഷിയാ ബട്ടർ. ഇതായിരിക്കും സാധനം ഈ പറഞ്ഞ സാധനം. ഇതൊരു ബോക്സിലുണ്ടെന്നുണ്ട് ഷിയാ ബട്ടർ. അങ്ങനെ നിങ്ങള് ബോഡി ലോഷൻ അല്ലെങ്കിൽ ഷിയാ ബട്ടർ വാങ്ങാൻ തീരുമാനിച്ചു. Frankincense. Smell it. കുക്കുംബറിന്റെ മറ്റേ ബോഡി ലോഷൻ. Cucumber. This frankincense. അവിടെ ഇത് കുഴപ്പമില്ല. ഇതാണോ പപ്പായ വേണോ? പപ്പായാണ്. പപ്പായ അടിച്ച് ഫിലിപ്പിനോസ് എടുത്ത് കൂടെ കാര്യം. This I have a big size. This one small size. This all shea butter, right? Yeah, this was shea butter mix. This one roll shea butter.
ഇതാണോ റോ വേണോ? വേണ്ടോ ഭയങ്കര മണം. ഗായ്സ് ഞങ്ങള് ഷിയാബട്ടർ വാങ്ങിച്ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരു സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല സാധനങ്ങളൊക്കെ കണ്ടിട്ട്. നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കമ്പനി പ്രൊഡക്റ്റ് ഒന്നല്ല, ഇത് ഇവരായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സാധനങ്ങളാണ്. നമുക്കൊരു ഒരു പേടി വാങ്ങിച്ചിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പണിയാവും. നമുക്കൊരു കാര്യം ചെയ്യാം, ബാത്തേം പൊടിന്ന് വാങ്ങിക്കാം അല്ലേ, അതാകുമ്പോ കുഴപ്പമില്ല. നമ്മളങ്ങനെ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയിൽ കിടക്കാൻ പോണ്ട. സിയാൻ വാ. നമ്മളെ ഇന്ത്യൻ ട്രഡീഷണൽ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ആദ്യമായിട്ട് കാണാട്ടാ. മാർബിളിന്റെ ആണ്, മാർബിള് അങ്ങനത്തെ സ്റ്റോണൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നതാ. സിയാൻ കോലാപുരിയോ? കോലാപുരി ഇല്ല, അങ്ങനെ എന്തോ സാധനമാണ് ഇത്. പിന്നെ ഓടി കളിക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങോട്ട് വന്നേ. വാ വാ വാ. എന്റെ ചിക്കൻ കറിയോ? ആ എന്തായി ചിക്കൻ കറി എന്ന് പറയുന്ന സാധനം? ഇതാണോ ഈ പാസ്റ്റൽ ഷെയ്ഡുള്ള നല്ല സ്റ്റൈല് സാധനം? നല്ല രസം ഇട്ടാണ്. ഇവിടെ നല്ല ഡ്രസ്സെല്ലാം ഉണ്ട് കേട്ടോ. മാജിക് ബോക്സ്. എനിക്ക് എന്തെങ്കിലും വേണോ? ഹലോ സുസു വാങ്ങിച്ചോട്ടോ. പക്ഷെ ഇതൊക്കെ പഴയ മോഡൽ സാധനങ്ങളല്ലേ? ഇതൊക്കെ നമുക്ക് വീട്ടിലിടാനൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പാട്ടൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലേ? ഇതിനെന്താ പറയാ? പാട്ടിയാലേ എങ്ങനെ സാധനല്ലേ? ഇത് എനിക്കാണ് ബീച്ച് വയർ സാധനങ്ങളാന്നുണ്ടല്ലേ ഇത് വരുന്നു. ആ ഇതെല്ലായിടത്തും ഉണ്ട്. ആദിവാസി ചായ ആണോ? സ്നാക്സ് കഴിക്കാം. ചായ അടിക്കില്ലേ? ചായ അടിക്കില്ലേ? പൊറോട്ട ആണോ? സിംഗിൾ റോള് ചായ ആണോ? ഫ്രണ്ട്സ് നമ്മള് ഇന്ത്യന്ന് ഇറങ്ങി. ഇനിയിപ്പോ നമ്മള് യമനിൽ പോവാണ്. യമന്റെ എൻട്രൻസ് ആണിത്. യമൻ. ഇവിടെ ഫുൾ ഇങ്ങനെ സ്വീറ്റ്സ്, ഹണി ഡേറ്റ്സ് അങ്ങനെ സാധനങ്ങളൊക്കെ ഫുൾ ഇട്ടോ. അതൊക്കെ ടേസ്റ്റ് ചെയ്ത് ദിവസം നമുക്ക് ഈ ഹണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. താങ്ക് യു. ചെയ്യാനോ നോക്കിയാ? She don't like. Hi, Chef. My wife. Mari. We will back to you. We will back. ഇവിടെ ഊത്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ സാധനങ്ങളാണ് മെയിൻ ആയിട്ടുള്ള കേട്ടോ. ഇവരെ പ്രൊഡക്ട്സ് ഒക്കെ ഇതൊക്കെ എന്തോ ഉണ്ട് സാധനങ്ങള്. പൊളി ബക്കൂറാണ്. പുകയ്ക്കുന്ന സാധനമില്ല, മറ്റേ സ്മെല്ല് വരാൻ വേണ്ടിട്ട്. മോനെ പെട്ട് സിംബ അത് പൊട്ടണ സിംബോ.
ദൈവമേ. സിംബയ്ക്ക് ഇവിടെ നമ്മളൊരു തോക്ക് വാങ്ങിച്ചു. നമ്മൾ യമനിൽ കയറിയിട്ട് സിംബയ്ക്ക് അവന് പോക്കില്ല. നോക്കി പോയി മിസ്സായി. മിസ്സായില്ലേ? നമ്മൾ വാങ്ങിച്ച സാധനം മിസ്സായി ഗൈസ്. അത് ഈ കൈ പിടിക്കണ്ടായിരുന്നു, പോയില്ലേ? ഉണ്ടോ? കിട്ടിയോ? എവിടെ? എന്റെ പോക്കറ്റിലുണ്ടായിരുന്നില്ലേ? അങ്ങനെ നമുക്ക് സിംബയ്ക്ക് തോക്ക് വാങ്ങിച്ചു. എനിക്ക് കഴിഞ്ഞില്ല ഇവിടെ ഇറങ്ങാൻ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൊറേ തോക്ക് വാങ്ങേണ്ടി വരും. എന്ത് തോക്കാ? ഓ ഇനി കണ്ണെങ്കിൽ ഇവിടെ ഉണ്ടാവില്ല. 24 മണിക്കൂർ പേടിയാ പോയിരിക്കും. വാടാ 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 സിംബ വാ. ഇതൊക്കെ ഫുൾ ട്രഡീഷണൽ സാധനങ്ങളാട്ടോ. അവര് ഡ്രസ്സും മറ്റേ നല്ല ഡ്രസ്സുണ്ട്. ഹണി വെറൈറ്റി ടേസ്റ്റ് ഓഫ് ഹണീസ് ആണ്. ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ മറ്റേ കണ്ടോ ഉണക്ക നാരങ്ങ വെറൈറ്റി സാധനം. ഹായ് മന്തി മസാല. സോ നമ്മൾ യമനിന്ന് ഇറങ്ങി. ഇനിയിപ്പോ അടുത്ത എവിടെ? കഴിഞ്ഞാ ഇവിടെ കാണാനില്ലല്ലോ. സത്യം പറഞ്ഞാലേ ഞങ്ങള് നടന്നു കഴിയാണ്ടേ ഒരു 90% നമ്മളിപ്പോ കണ്ടൂടെ. ഇനിയിപ്പോ കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടില്ല. ഞങ്ങൾ കാണാൻ നിൽക്കില്ല. ഞങ്ങൾ പതുക്കോടെ ഇറങ്ങാണ്. ഇറങ്ങിട്ട് ഭക്ഷണം കഴിച്ച് നേരെ വീട്ടിൽ പോയി കിട്ടുന്ന ഇറങ്ങും. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇതിനുള്ളിൽ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം കൊളസ്ട്രോള് കാലറി ബാൻ ചെയ്യാൻ അടിപൊളി സ്ഥലം അല്ലേ? മിനിമം ഒരു 500 കാലറി വേണ്ട. അത് കിട്ടിയില്ല. ഒരു 500 കാലറി ബാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കെട്ടോട്ട് നടന്നാൽ മതി. സത്യം പറഞ്ഞല്ലേ അവിടെ കുറച്ചുകൂടി കാണാനുണ്ട്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒക്കെ അവിടെ കാണാനുണ്ട്. തുർക്കി, ഇറാൻ അങ്ങനത്തെ കുറച്ച് കൺട്രീസ് ഉണ്ട് അവിടെ. നമ്മളൊക്കെ സ്കിപ്പ് ചെയ്യാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി കണ്ടു കഴിയുമ്പോഴേക്കും നമ്മള് പപ്പട പരിപോകും അല്ലേ? വയ്യാണ്ടായില്ലേ ഇപ്പൊ തന്നെ. അപ്പോൾ നമ്മളിവിടുന്ന് സ്കിപ്പ് ആവാണ്. നമ്മളിവിടുന്ന് പോവാണ്, ഇറങ്ങണം. അപ്പോൾ ഇന്നത്തെ കാഴ്ചയിൽ ഇത്ര തന്നെ ഉള്ളൂ. ഇതൊക്കെ എല്ലാ കൺട്രീസിൻ്റെയും എക്സ്പോൻ്റെ ഒരു മിനിയേച്ചർ വെർഷൻ ആണ്. ഇതിൻ്റെ വലിയൊരു സംഭവങ്ങളുണ്ട്. അത് നമ്മളിവിടെ അല്ല, റിയാദിലാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബോളിവുഡ് സിറ്റി എന്ന് പറഞ്ഞ ബോളിവുഡ് വേൾഡ്. ഇവിടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ജസ്റ്റ് ഇങ്ങനെ നമ്മളെ മാർക്കറ്റ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിട്ടുള്ളതല്ലേ അതന്നെ. പിന്നെ ഈ തുർക്കി പിന്നെ ഒരു 2 കൺട്രിയും കൂടി ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. നമ്മൾ ഒരുപാട് പരിമിതികളോട് കൂടിയാണ് വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 90% നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് നൈറ്റ്.